കഴിഞ്ഞ കളി ഔട്ടാവാതെ 80 റൺസിന് മുകളിൽ പരാഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഇന്നത്തെ മത്സരത്തിലും പരാഗ് 50 അടിച്ചിരിക്കുകയാണ്. രാജസ്ഥാന്റെ പുതിയ കണ്ടത്തിലാണ് റിയാൻ പരാഗ്. താരത്തിന് ഉടനെ തന്നെ ഇന്ത്യൻ ടീമിലേക്ക് വിളി വരും. ഇന്ന് രാജസ്ഥാന്റെ വിജയശില്പിയായത് പരാഗായിരുന്നു. ശേഷം താരം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ ടീം ശരിക്കും നാണം കെട്ടു. രാജസ്ഥാന് മുന്നിലൊന്ന് പിടിച്ചു നിൽക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. മികച്ച വിജയമാണ് രാജസ്ഥാൻ ഇന്ന് സ്വന്തമാക്കിയത്. ഇന്ന് കളി ജയിച്ച് റിയാൻ പരാഗ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. എന്ത് വില കൊടുത്തും ഇന്ത്യൻ ടീമിലേക്ക് എത്തണം. അതിനുവേണ്ടിയാണ് ഞാൻ കഠിനമായ പ്രയത്നം ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് എനിക്ക് അവഗണനയും പരിഹാസവുമാണ്. ഈ സമയത്ത് എനിക്ക് സപ്പോർട്ട് തന്നത് സഞ്ജുവാണ്. സഞ്ജു എന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, ഒരിക്കൽ നിന്നെ ആരാധകർ വാഴ്ത്തിപ്പാടുന്ന ദിവസം വരും. അതിനുവേണ്ടി നീ കഠിനമായി പ്രയത്നിക്കണം. സഞ്ജുവിൻ്റെ ആ വാക്കാണ് എനിക്ക് പ്രചോദനമായത്. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ചാണ് ഇപ്രാവശ്യം വന്നത്. അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി. വരുന്ന മാച്ചിൽ ഞാൻ ഇതേ കളി ആവർത്തിക്കുമെന്ന് റിയാൻ പരാഗ് വ്യക്തമാക്കി. പരാഗാണിപ്പോൾ രാജസ്ഥാന്റെ വിജയശില്പി. ഒരുവിധം എല്ലാ മാച്ചിലും പരാഗ് ഫോമാകുന്നുണ്ട്. പരാഗ് ഉടനെ തന്നെ ഇന്ത്യൻ ടീമിലേക്ക് എത്തും. സഞ്ജു മികച്ചൊരു സപ്പോർട്ടാണ് പരാഗിന് കൊടുക്കുന്നത്. പരാഗ് മത്സരശേഷം പറഞ്ഞത് സഞ്ജുവാണ് തനിക്ക് കോൺഫിഡൻസ് എന്നാണ്. സഞ്ജു നല്ല സപ്പോർട്ടാണ് യുവതാരങ്ങൾക്ക് കൊടുക്കുന്നത്. അതിൻ്റെ റിസൾട്ട് രാജസ്ഥാൻ ടീമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സഞ്ജു മികച്ച രീതിയിൽ ടീമിനെ നയിക്കുന്നുണ്ട്. അടുപ്പിച്ച് 3ാം വിജയമാണ് രാജസ്ഥാൻ ഇപ്പോൾ സ്വന്തമാക്കിയത്. ഇപ്രാവശ്യം രാജസ്ഥാൻ ഉറപ്പായിട്ടും പ്ലേ ഓഫിലെത്തും. നിലവിലിപ്പോൾ ഈ IPLലെ ഏറ്റവും മികച്ച ഒരു ടീം രാജസ്ഥാൻ തന്നെയാണ്. രാജസ്ഥാനെ ഇനി പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.